കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3:2 വാക്യം. ഹല്ലേലൂയ. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പിനെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ദൈവാത്മാവ് സഭയെ ഉണർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് ഇവിടെ പറഞ്ഞത്? ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പിനെ ശക്തീകരിക്കുക. വെളിപ്പാട് 3-3 അധ്യായം 1 മുതൽ നമ്മൾ അവിടെ പഠിക്കുമ്പോൾ ആ സഭയെക്കുറിച്ച്, സ്മരണ സഭയെക്കുറിച്ച് അവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നതാണ് ഉണരുക. നമ്മളോട് കർത്താവ് ദൈവം പറയുകയാണ് ഉണരുക. സഭ എന്ന് പറയുന്നത് നമ്മളാണ്. ഹല്ലേലൂയ. അപ്പോൾ സഭയാകുന്ന നമ്മൾ, കർത്താവിൻ്റെ ശരീരമാകുന്ന നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ഉണരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഉണർന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഉണർന്നില്ല എങ്കിൽ നമ്മൾ മരിച്ച അവസ്ഥ പോലെ ആകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് പറയുന്നത് ഉണരുക, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പിനെ ശക്തീകരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ നാം ഉണർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ബലഹീനമായ അവസ്ഥ എവിടെയാണ്? നമ്മുടെ ശരീരം മലിനപ്പെടുന്നത് എവിടെയാണ്? നാവ് എന്ന് പറയുന്നത് ഹല്ലേലൂയ അനുഗ്രഹവുമുണ്ട്, ശാപവുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നാവിനകത്ത് തന്നെ പറയും. ഈ 2 കാര്യങ്ങൾ ഹല്ലേലൂയ നമ്മുടെ നാവിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. നാവ് കൊണ്ട് നമ്മുടെ ശരീരത്തെ മലിനപ്പെടുത്തുവാനൊക്കെ ഇടയായിത്തീരും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചാവാറായ ശേഷിപ്പിനെ ശക്തീകരിക്കുക. എവിടെയാണ് നാം ഹല്ലേലൂയ ചത്ത് മയങ്ങിയിരിക്കുന്നത്? ഹല്ലേലൂയ. എവിടെയാണ് ബലഹീനമുള്ളത്? എവിടെയാണ് മരുഭൂമിയുടെ അവസ്ഥകളുള്ളത്? എന്നാൽ അവിടെയൊക്കെയും ശക്തീകരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മുമ്പോട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെതായ ഹല്ലേലൂയ കൃപ നമ്മുടെ മേൽ പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ചാവാറായ ശേഷിപ്പിനെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി. അപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഒന്നും കാണുന്നില്ല. കാണാത്ത കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ മുരടിച്ചിരിക്കുന്ന അവസ്ഥകളായതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശക്തീകരിക്കുക. നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധിയിൽ പൂർണ്ണതയിലായി കണ്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ചാവാറായ ശേഷിപ്പിനെ ശക്തീകരിച്ച് നാം മുമ്പോട്ട് പോകണം. നമ്മുടെ പ്രാർത്ഥന നമ്മൾ ശക്തീകരിക്കണം. നമ്മുടെ കുടുംബ പ്രാർത്ഥന ശക്തീകരിക്കണം. സഭയിലുള്ളതായ കൂടിവരവുകൾ, കൂട്ടായ്മകൾ ശക്തീകരിക്കണം. അങ്ങനെയൊക്കെ ശക്തീകരിച്ചെങ്കിൽ മാത്രമേ ദൈവസന്നിധി നമുക്ക് ഉണരുവാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഉണർന്ന് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നാം ഉണർന്നുകൊണ്ട് ഈ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെല്ലാം ബലഹീനതകളുണ്ടോ ആ ബലഹീനതകളൊക്കെ മാറ്റിക്കൊണ്ട് ശക്തീകരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും സഭയാകുന്ന നമ്മൾ ഉണർന്ന് നമുക്ക് മുമ്പോട്ട് പോകുവാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിലുള്ളതായ ദൈവത്തിൻ്റെ വാഗ്ദത്തമായ പ്രവൃത്തി കർത്താവിൻ്റെ മുമ്പാകെ കാണിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ ഒരു അനുഭവം വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ തകർന്ന ഹൃദയത്തോട്, നുറുങ്ങിയ ഹൃദയത്തോട്, യഹോവ സമീപത്തെന്ന് പറഞ്ഞതുപോലെ തകർന്ന ഹൃദയത്തോട് അപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് കവിണ്ണു വീണ് കരഞ്ഞ് പ്രാർത്ഥിര്. അപ്പാ എൻ്റെ മേൽ എൻ്റെ അപ്പൻ്റെ കൃപ പകരണമേ, അപ്പ എന്നെ ശക്തീകരിക്കുമാറാകണമേ, എന്നെ ബലപ്പെടുത്തണമേ എന്ന് അപ്പൻ്റെ അടുത്ത് പറയുമ്പോൾ എൻ്റെ അപ്പൻ ബലപ്പെടുത്തി ശക്തീകരിച്ച് നിന്നെ ഉണർത്തിച്ച് പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവായ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ചാവാറായ ശേഷിപ്പിനെ
ശക്തീകരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉണർന്നുകൊള്ളുക. ഹല്ലേലൂയ, നമ്മൾ ഉണരണം. ചാവാറായ ശേഷിപ്പിനെ നമ്മൾ ശക്തീകരിക്കണം. എവിടെയാണ് ബലഹീനതകളുണ്ട്, ആ ബലഹീനതകളൊക്കെ മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവോടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ മുമ്പോട്ട് പോകുമ്പോൾ ദൈവ പൈതലേ നിന്നെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് പറയുന്നത് ഹല്ലേലൂയ, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും. അതെ, നാം ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുകയാണെങ്കിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ സഭ നമ്മുടെ മേൽ പണിയണമെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ പാറമേൽ ഉറച്ചു നിൽക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അവിടെ കൊടുങ്കാറ്റ് വന്നാൽ, തിരമാലകൾ വന്നാൽ, എന്തെല്ലാം വന്നാലും ഹല്ലേലൂയ നാം കുലുങ്ങി പോവുകയില്ല, ഹല്ലേലൂയ ആടി വീഴുകയില്ല. ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ദിനങ്ങൾ ഉണർന്നുകൊണ്ട് നമ്മുടെ ചാവാറായ ശേഷിപ്പിനെ ശക്തീകരിച്ചുകൊണ്ട് കർത്താവ് തന്ന വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാപിച്ചുകൊണ്ട് അത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം സന്തോഷിക്കുവാനിടയായിത്തീരും, സ്വർഗം സന്തോഷിക്കുവാനിടയായിത്തീരും. ഈ തിരുവചനങ്ങളെ കർത്താവ് ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.